ഹലോ ഗൈസ്, ഐ ആം മല്ലു ഫ്രം പൂനെ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. അപ്പോൾ നാട്ടിലത്തെ മീനും നാട്ടിലത്തെ ഫുഡും എല്ലാം ഏകദേശം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ഔന്ത് റോഡുണ്ട്. അവിടെ നമ്മൾ നാട്ടിലത്തെ എല്ലാത്തരം മീനും ലഭിക്കും. അതായത് നമ്മുടെ നാട്ടിലത്തെ മത്തി, അയല, കൂന്തൽ, ഞണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം കാമലാട്ടനും ഞാനും തീരുമാനിച്ചു നമുക്ക് ഇന്നലെ മീൻ കറി ആക്കിയാലോ വിചാരിച്ചിട്ട് മീൻ വാങ്ങാൻ വേണ്ടി അങ്ങനെ പോവായിരുന്നു. അപ്പോൾ വൈകുന്നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബുള്ളറ്റിൽ അങ്ങനെ പോവായിരുന്നു, കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാശിക്കോട്ടനുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ പൂനെയിൽ സാധാരണ പൊതുവെ നല്ല ട്രാഫിക്കാണ് കേട്ടോ ഉണ്ടാവർ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു 9 മിനിറ്റ് ദൂരമാണ് ഞങ്ങൾക്ക് ഔന്ത് റോഡേക്ക് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ട്രാഫിക്കിലേക്ക് പോകുമ്പോൾ ഏകദേശം 10-15 മിനിറ്റ് തന്നെ എന്തായാലും വേണം. അപ്പോൾ ഇങ്ങനെ ട്രാഫിക്കും കടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സാഹസികമായി നുഴഞ്ഞ് ബൈക്കായതുകൊണ്ട് എതിലെ വേണമെങ്കിൽ കയറിയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഒരു സൈഡ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലൊക്കെ എത്തിയിട്ടത് കണ്ടോട്ടോ. ഞങ്ങൾ നല്ല എല്ലാത്തരം ഫ്രഷ് മീനുകളും ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഗ്യാരണ്ടി ഒന്നുമില്ല, നമുക്കൊരു വിശ്വാസം അത്ര തന്നെ. നമ്മുടെ നാട്ടിലത്തെ അയില, മത്തി, ചെമ്മീൻ, ഞണ്ട്, മത്തി എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം കാശിപ്പൊട്ടിനും കൂടി കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ വേണ്ടി നിന്നില്ല. മുമ്പൊരിക്കൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അത് കഴിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല മീനൊന്നും. അപ്പോൾ ഇതാ 2 ഷോപ്പാണ് കേട്ടോ ഇവിടെയുള്ളത്. അവിടെ 2 ഷോപ്പിലും എല്ലാ മീനും കിട്ടും. നമ്മുടെ നാട്ടിലെ എല്ലാ മീനും കിട്ടും. അതുപോലെ ആവോലി, അതുപോലെ അയക്കൂറ, അതുപോലത്തെ വലിയ വലിയ മീനുകളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വളർത്തുന്ന രോഹു, അതുപോലെ തന്നെ എല്ലാ മീനും ഇവിടെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ മീൻ വാങ്ങുന്നില്ല എന്ന് തീരുമാനമെടുത്തു. പിന്നെ ഇവിടെ അടുത്തൊരു മലയാളി കടയുണ്ട്, കേരള സ്റ്റോർ. ഗ്രോസറി, നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഗ്രോസറിയും സ്വീറ്റ്സും എല്ലാം കിട്ടും. അതുപോലെ തന്നെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫുഡ് കോർണറും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേരള ഫാസ്റ്റ് ഫുഡിൻ്റെ കട. അപ്പോൾ ഇതാണ് കേട്ടോ ആ കട. അപ്പോൾ നമ്മൾ നേരെ കടയിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ എന്തെങ്കിലും പൊറോട്ടയും ഒരു കറിയും വാങ്ങാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. എന്തായാലും നമ്മളെ മീൻ പരിപാടി ക്യാൻസലായി. അപ്പോൾ അന്നേരം വെറൈറ്റി ആയിട്ടൊരു പുറത്തുനിന്നുള്ളൊരു ഫുഡ് ഇരിക്കട്ടെ വിചാരിച്ച് അങ്ങനെ പോയത്. ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം നല്ല പഴുത്തതുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചിപ്സ് എല്ലാത്തരം ഐറ്റംസും ഉണ്ട്. അപ്പം ഞങ്ങളൊരു 9 പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്തു. അച്ഛനും അമ്മയും ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ 9 പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്തത്. അപ്പോൾ പൊറോട്ട അങ്ങനെ റെഡിയായി കിട്ടുന്നവരെ നമ്മൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാ നല്ല മുരിമുരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ടയൊക്കെ. നാട്ടിൽ 2 ആഴ്ച മാറി നിൽക്കുമ്പോഴൊക്കെ എന്താണെന്നറിയില്ല, നാട്ടിലത്തെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അത് പൊറോട്ട ആയിക്കോട്ടെ, മീൻകറി ആയിക്കോട്ടെ, ഏതായാലും എന്തോ വല്ലാത്തൊരു മിസ് ചെയ്യലാണ് കേട്ടോ ഇവിടെ വന്നാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊറോട്ടയ്ക്ക് നല്ല അടിപൊളി അടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ എന്തായാലും ഒരു 8:45 ആവും. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊരു ചൂടുകപ്പോൾ പൊഴിഞ്ഞിട്ട് നല്ല ടൈറ്റാക്കി എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേറ്റ് ആവുന്നതുകൊണ്ട്. അപ്പോൾ ഇതാ അവർ നല്ല പറഞ്ഞ പോലെ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ വാങ്ങിയ നല്ല പോത്ത് കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തു. അപ്പോൾ വീട്ടിൽ നല്ലൊരു വീഡിയോ ആണ് ഉണ്ടായത്. വീട്ടിലെത്തിയിട്ട് ഞങ്ങളൊരു പാനിലേക്ക് തട്ടി. അപ്പോൾ ഇതാ നല്ല അടിപൊളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ല അടിപൊളി പോത്ത് കറിയാണ് കേട്ടോ. ഞാൻ മുമ്പ് ഇതൊന്നും കഴിക്കലുണ്ടായിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ചെറുങ്ങനെ സ്റ്റാർട്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.